നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? മാസാമാസം കൃത്യമായി വീട്ടിൽ ശമ്പളം അയക്കുന്നുണ്ടോ? ഇൻ കേസ് നിങ്ങളുടെ ജോലി നഷ്ടമാവുകയും അല്ലെങ്കിൽ നിങ്ങൾ ജോലി നിർത്തി വീട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വരുമാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നീ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പ്രവാസി ക്ഷേമനിധി പെൻഷൻ പദ്ധതിയെ കുറിച്ചാണ്. പ്രവാസികൾക്കായി സർക്കാർ ഒരുക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ പദ്ധതി. ഇന്ന് ഈ വീഡിയോയിലൂടെ ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, മാസത്തിൽ എത്ര പണമാണ് ഈ ഒരു പദ്ധതിയിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടത്, എത്ര രൂപയാണ് നമുക്ക് പെൻഷനായി ലഭിക്കുന്നത്, ബോണസ് പെൻഷൻ എങ്ങനെയാണ് കണക്കാക്കുന്നത്, പ്രസവ ആവശ്യങ്ങൾക്കായും മെഡിക്കൽ ആവശ്യങ്ങൾക്കായും ഇതിൽ നിന്ന് എങ്ങനെ ആനുകൂല്യങ്ങൾ നേടാൻ സാധിക്കും, ഹൗസിംഗ് ലോൺ സബ്സിഡി എങ്ങനെ നേടാൻ സാധിക്കും, ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പലരും ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിന്റെ താഴെയും വരുന്ന കമന്റ്സുകളെല്ലാം ഞാൻ വളരെ കൃത്യമായി വായിക്കാറുണ്ട്. ഒന്നും തന്നെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നില്ല. നമുക്ക് ഓരോ ദിവസവും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോസും ചെയ്യാവുന്നതാണ്. അതിൽ കണ്ട ഒരു കമന്റാണ് പ്രവാസികൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും സ്കീമിനെ കുറിച്ച് പറഞ്ഞു തരാമോ എന്നൊരു കാര്യം. അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയുള്ള വളരെ മികച്ച സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രവാസി ക്ഷേമനിധി പെൻഷൻ പദ്ധതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരള സർക്കാർ നടത്തുന്ന പ്രവാസി ക്ഷേമ ബോർഡ് മുഖേനയുള്ള ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണിത്. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് പ്രവാസികളായുള്ള ആളുകൾക്ക് 60 വയസ്സിന് ശേഷം പെൻഷൻ തുക നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അതുമാത്രമല്ല, രോഗാവസ്ഥ, മരണം, വിവാഹം, പ്രസവം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായവും ഈ ഒരു പദ്ധതിയിലൂടെ നേടാൻ സാധിക്കും. പ്രവാസി കുടുംബങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇതൊരു സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനായി കണക്കാക്കരുത്. അതുപോലെ തന്നെ ഇത് ഒരു ലാഭം തരുന്ന സ്കീമായും കണക്കാക്കരുത്. ഇത് സർക്കാർ പിന്തുണയോട് കൂടിയ ഒരു ക്ഷേമ പെൻഷൻ പദ്ധതിയാണ്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. 18 വയസ്സിനും 60 വയസ്സിനുമുള്ള കേരളത്തിലെ ഏതൊരു വ്യക്തിക്കും ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് പ്രവാസികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രവാസിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അവർക്കും ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പ്രവാസി എന്ന് പറയുമ്പോൾ തന്നെ ഇതിലൊരു 3 കാറ്റഗറി ആയിട്ടാണ് പ്രവാസികളെ തിരിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാറ്റഗറിയാണ് 1A. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വ്യക്തികളാണ് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ. അതായത് ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്യൻ കൺട്രീസിലോ അമേരിക്കയിലോ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റേതെങ്കിലും രാജ്യത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 1A കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിയാണ് 1B. ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് വിദേശത്ത് അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും ജോലി ചെയ്തതിന് ശേഷം അവിടെ ജോലി മതിയാക്കി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന പ്രവാസികളെയാണ് ഈ ഒരു 1B എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ കാറ്റഗറിയാണ് കാറ്റഗറി 2A. ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് കേരളത്തിന് പുറത്ത്, അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി പോലുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെയാണ് 2A എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ 1A, 1B, 2A എന്നീ കാറ്റഗറിയിൽ വരുന്ന സർക്കാർ ജോലി ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതി എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നോക്കാം. ഈ ഒരു പെൻഷൻ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മാസം തോറും നിങ്ങൾ ഒരു തുക നിക്ഷേപിക്കേണ്ടതുണ്ട്. നിങ്ങൾ 1A വിഭാഗത്തിൽപ്പെടുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മാസം തോറും നിക്ഷേപിക്കേണ്ട തുക 350 രൂപയാണ്. രണ്ടാമത്തെ കാറ്റഗറിയായ 1B വിഭാഗത്തിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മാസം തോറും നിക്ഷേപിക്കേണ്ട തുക
200 രൂപയാണ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് 2A. ഈ വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെങ്കിൽ നിങ്ങൾ മാസം തോറും നിക്ഷേപിക്കേണ്ട തുക 200 രൂപയാണ്. ഇതിൽ അധികമായി വരുന്ന ഒരു തുകയാണ്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ നൽകേണ്ടതുണ്ട്. അതിനായി നമ്മൾ ഒരു 200 രൂപയും നൽകേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ പണം അടയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രവാസി ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പണം അടയ്ക്കാവുന്നതാണ്. UPI വഴിയോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴിയോ നിങ്ങൾക്ക് ഈ ഒരു പണം നിക്ഷേപിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തുടർച്ചയായി 12 മാസം നിങ്ങൾ പണം നിക്ഷേപിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് റദ്ദാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് റദ്ദാക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി മാസം തോറും പണം നിക്ഷേപിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമുക്ക് പെൻഷനായി എത്ര രൂപയാണ് ലഭിക്കുന്നത്, ബോണസായി എത്ര രൂപയാണ് ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. കുറഞ്ഞത് പെൻഷൻ ലഭിക്കാൻ വേണ്ടത് 60 വയസ്സിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ തുടർച്ചയായി 5 വർഷമെങ്കിലും ഈ ഒരു പദ്ധതിയിൽ ഈ ഒരു തുക അടച്ചിട്ടുണ്ടാകണം. എന്നാൽ മാത്രമേ 60 വയസ്സിന് ശേഷം നമുക്ക് കൃത്യമായി ഈ ഒരു തുക പെൻഷനായി നേടാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് കുറഞ്ഞതായി മാസ പെൻഷനായി ലഭിക്കുന്നത് എത്ര രൂപയാണെന്ന് നോക്കാം. ആദ്യത്തെ കാറ്റഗറി 1A, മാസം തോറും 350 രൂപയാണ് അടയ്ക്കേണ്ടത്. അങ്ങനെ 5 വർഷം നിങ്ങൾ തുടർച്ചയായി ഈ ഒരു തുക അടച്ചിട്ടുണ്ടെങ്കിൽ 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് 3500 രൂപ കുറഞ്ഞത് പെൻഷനായി നേടാൻ സാധിക്കും. 1B 2A കാറ്റഗറിയിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ആ ഒരു 200 രൂപ എന്ന തുക മാസം തോറും കൃത്യമായി 5 വർഷം അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് 2000 രൂപയെങ്കിലും മാസം തോറും പെൻഷനായി നേടാൻ സാധിക്കും. ഈ പറയുന്ന തുകകൾ സർക്കാർ വിജ്ഞാപനങ്ങൾക്ക് വിധേയമാണ്. ഇനി നമുക്ക് ബോണസ് തുക എങ്ങനെ ലഭിക്കുമെന്ന് നോക്കാം. നിങ്ങൾ 5 വർഷത്തിൽ അധികമായി ഈ ഒരു തുക നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തുക പെൻഷനായി നേടാൻ സാധിക്കും. 5 വർഷത്തിന് ശേഷം ഓരോ അധിക വർഷത്തിലും 3% ബോണസ് പെൻഷൻ നേടാൻ സാധിക്കും. ഇനി നമുക്ക് പരമാവധി എത്ര തുകയാണ് നിക്ഷേപിക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. പെൻഷൻ അടിസ്ഥാന തുകയുടെ ഇരട്ടിയിൽ കൂടുതലാവില്ല. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് പെൻഷൻ മാത്രമല്ല ലഭിക്കുന്നത്, മറ്റ് പല ആനുകൂല്യങ്ങളും ലഭിക്കും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു മറ്റ് പല ആനുകൂല്യങ്ങളും നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ നേടാൻ സാധിക്കും. ആ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് മെഡിക്കൽ സഹായം. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുരുതരമായ രോഗചികിത്സ ചെയ്യണമെങ്കിൽ 50,000 രൂപ വരെ നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ സഹായം നേടാൻ സാധിക്കും. നിങ്ങൾ അടച്ച ഒറിജിനൽ ബില്ലുകൾ, അതുപോലെ തന്നെ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ എന്നിവ കൃത്യമായി നൽകുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആനുകൂല്യം നേടാൻ സാധിക്കും. രണ്ടാമത്തേത് പ്രസവ ആനുകൂല്യം. വനിതാ അംഗങ്ങൾക്ക് 2 വർഷം തുടർച്ചയായ സംഭാവനകൾ ആവശ്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ: പ്രസവത്തിന് 3000 രൂപ നേടാൻ സാധിക്കും, ഗർഭചിത്രത്തിന് 2000 രൂപ നേടാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് 2 തവണ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാൻ സാധിക്കും. മൂന്നാമത്തെ ആനുകൂല്യമാണ് വിവാഹ സഹായം. ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള അംഗത്തിന്റെ മക്കൾക്കോ അതുമല്ലെങ്കിൽ വനിതാ അംഗത്തിന് സ്വന്തം വിവാഹത്തിനോ 15,000 രൂപ വരെ ആനുകൂല്യം ഈ ഒരു പദ്ധതിയിലൂടെ നേടാൻ സാധിക്കും. ഇതിനുവേണ്ടി 3 വർഷം തുടർച്ചയായ സംഭാവന വേണം. നാലാമത്തെ സഹായമാണ് മരണസഹായം. ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്ത ആ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് ഈ ഒരു പദ്ധതിയിലൂടെ ആനുകൂല്യങ്ങൾ നേടാൻ സാധിക്കും. 1A എന്ന കാറ്റഗറിയിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് 50,000 രൂപയാണ് സഹായം ലഭിക്കുന്നത്. 1B കാറ്റഗറിയിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് 30,000 രൂപയാണ് സഹായമായി ലഭിക്കുന്നത്. 2A കാറ്റഗറിയിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് 27,000 രൂപയാണ് സഹായമായി ലഭിക്കുന്നത്. ഈ പദ്ധതിയോടെ ലഭിക്കുന്ന മറ്റൊരു സഹായമാണ് ഹൗസിംഗ് ലോൺ സബ്സിഡി. നിങ്ങൾ നിങ്ങളുടെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ 5% വരെ പലിശ സബ്സിഡി നേടാൻ സാധിക്കും. 20 ലക്ഷം രൂപ വരെയുള്ള ഹൗസിംഗ് ലോണിനാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അംഗീകൃത ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ആനുകൂല്യം നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ ആനുകൂല്യം, ഈ ഒരു ഹൗസിംഗ് ലോൺ സബ്സിഡി നേടുകയാണെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ സേവ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രവാസി ക്ഷേമ ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആ ഒരു വെബ്സൈറ്റിൽ ന്യൂ മെമ്പർ രജിസ്ട്രേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ വരുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു 1A 1B 2A എന്നീ 3 കാറ്റഗറികൾ ഉണ്ട്. അതിൽ ഏത് വിഭാഗത്തിലാണോ നിങ്ങൾ പെടുന്നത് അത് കൃത്യമായി ചൂസ് ചെയ്യുക. അതിനുശേഷം അവിടെ നമ്മൾ കുറച്ച് രേഖകൾ കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം കൃത്യമായി അപ്ലോഡ് ചെയ്യുക. പാസ്പോർട്ട്, ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ് എന്നിങ്ങനെയുള്ള രേഖകൾ സമർപ്പിക്കുക. അതിനുശേഷം രജിസ്ട്രേഷൻ ഫീസ് പ്ലസ് ആദ്യ മാസം നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നത് ആ ഒരു തുകയും അടയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് നമ്പർ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ രസീതുകളും കൃത്യമായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക.
കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കേരള പ്രവാസി ക്ഷേമനിധി പെൻഷൻ പദ്ധതിയെ കുറിച്ചാണ് വളരെ വ്യക്തമായി പറഞ്ഞത്. എത്ര രൂപയാണ് പെൻഷനായി ലഭിക്കുന്നത്, മറ്റെന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു പ്രവാസി അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള പ്രവാസികൾക്ക് ഇത് അയച്ചു കൊടുക്കാൻ മറക്കണ്ട. അവർക്ക് വളരെ വലിയ ഗുണങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിലൂടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഈ ഒരു വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ആ സംശയങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. Bosswala. Be the boss.